ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്മാർട്ട് മണി ലേണിംഗ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. അതായത് SMC എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡിലോട്ട് വരുന്നൊരു കാര്യമാണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്. എന്നാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ഇറങ്ങിയതിന് ശേഷം പല ട്രേഡേഴ്സും സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്മാറാറുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടും ആ ഒരു ഓർഡർ ബ്ലോക്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്? അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാകുന്നത്, എന്താണ് മാർക്കറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രെൻഡ്, എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, എന്താണ്. അപ്പം ഇതൊന്നും അറിയാണ്ട് നമ്മളൊരു ഓർഡർ ബ്ലോക്കിൽ പോയി എൻ്റർ എടുക്കാൻ നിന്നാൽ ആ ഒരു എൻ്റർ സ്റ്റോപ്പ് ലോസിലോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം അവിടെ നമുക്ക് എൻ്റർ എടുക്കാൻ പറ്റുന്ന ഇപ്പോൾ പല രീതിയിലുള്ള ഓർഡർ ബ്ലോക്കുകളുണ്ട്. ഓക്കെ, ഒരു ഒന്നിലധികം ഓർഡർ ബ്ലോക്കുകളുണ്ട്. ഇവിടെ നമ്മൾ ഇന്നൊരു 3 ഓർഡർ ബ്ലോക്കിനെ പറ്റി, 3 സ്ട്രാറ്റജി പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് പല ടൈപ്പിലുള്ള ഓർഡർ ബ്ലോക്കാണ്. ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് എങ്ങനെ എത്തണം എന്നുള്ളതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത്തരം റൂൾസ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ കയറി എൻട്രി എടുക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ എത്രത്തോളം ഓർഡർ ബ്ലോക്കുകളുണ്ട്, എങ്ങനെ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ എൻട്രി നമുക്ക് എടുക്കാം എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് സ്മാർട്ട് മണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ, ലിക്വിഡിറ്റി. പിന്നീട് സ്മാർട്ട് മണി സെറ്റപ്സിൽ നമ്മൾ സപ്ലൈ ഡിമാൻഡ് ഫ്ലിപ്സ്, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ കണ്ടിന്യൂവേഷൻ പാറ്റേൺ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഇത്രയും ഓർഡർ ബ്ലോക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഓരോ ഓർഡർ ബ്ലോക്കിനും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അല്ലാണ്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ കാര്യങ്ങളോ തന്ന് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നല്ല. ഓക്കെ, അതിലുപരി കുറച്ചധികം കാര്യങ്ങളുണ്ട് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് മണി ട്രേഡിംഗ് കൺസെപ്റ്റിലെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇൻഎഫിഷ്യൻസി, ലിക്വിഡിറ്റി, മിത്തിക്കേഷൻ, ഓർഡർ ബ്ലോക്ക്, സെഷൻസ്, ടോപ്പ് ഡൗൺ അനലൈസിസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്മാർട്ട് മണി ട്രേഡിംഗ് കൺസെപ്റ്റിലെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 3 ക്ലീൻ ആയിട്ടുള്ള ഒരു 3 എൻട്രി സ്ട്രാറ്റജീസും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ is where price rapidly pushes away from creating inefficiency and break of structure or change of character. അതായത് ഒരു മാർക്കറ്റ്, ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ കാര്യങ്ങളോ തരിക, അതിൻ്റെ കൂടെ ഇൻഎഫിഷ്യൻസി കൂടി തരിക, ഒന്നെങ്കിൽ BOS അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. കാര്യം ബേസിൽ നിന്ന് തുടങ്ങി അഡ്വാൻസിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഇവൻ്റെ കൂടെ ഒരു ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് എടുക്കാം. എന്തുകൊണ്ട് ഡിമാൻഡ് ഏരിയ ആയിട്ട് എടുക്കുന്നു? അവിടെ സ്മാർട്ട് മണി അല്ലെങ്കിൽ ബാങ്ക്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മണി പമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ട്, കൂടെ ഇൻഎഫിഷ്യൻസി കൂടി വരുമ്പോൾ നമുക്ക് സപ്ലൈ ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഡിമാൻഡായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു സപ്ലൈയിലോട്ട് എങ്ങനെ എത്തണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡിലോട്ട് നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡിഡ് ഇറ്റ് ക്രിയേറ്റ് ഇൻഎഫിഷ്യൻസി, അവിടെ ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ FEG ക്രിയേറ്റ് ആയിട്ടുണ്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഡിഡ് ഇറ്റ് ബ്രേക്ക് ദ സ്ട്രക്ചർ ഓർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടന്നിട്ടുണ്ടോ. അതുപോലെ തന്നെ ഡിഡ് ഇറ്റ് ക്രിയേറ്റ് ലിക്വിഡിറ്റി ബിഫോർ ദ സോൺ, അതായത് മാർക്കറ്റ് ആ ഒരു സോണിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് ലിക്വിഡിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പുറമെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് കാര്യം ഇൻഎഫിഷ്യൻസി. എന്താണ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. അപ്പം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഈ 2 ക്യാൻഡിലിനിടയിലും ഈ ക്യാൻഡിലിനും ഈ ക്യാൻഡിലിനും ഇടയിലായിട്ട് ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ആയപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിൻ്റെ വിക്ക് ഇവിടെ വരെത്തിയിട്ടുണ്ട്, ഈ വിക്ക് ഇവിടെ വരെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്തില്ല, ഒരു FEG അല്ലെങ്കിൽ ഒരു എഫിഷ്യൻസി
ഓക്കെ, ഇവിടെ FEG ഇല്ല, ഇതൊരു എഫിഷ്യൻസി സ്ട്രക്ചറാണ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ എഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ട് ഇവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ട്. അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ക്യാൻഡിൽസ്, ഈ ക്യാൻഡിലിനും ഈ ക്യാൻഡിലിനും ഇടയിലായിട്ട് എന്തുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. സോ ഇവിടെ ഇൻഎഫിഷ്യൻസി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇൻഎഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം. ഇനി നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ? ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇവിടെ ഇവിടെ ഹയർ ലോ, ഇവിടെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇങ്ങനെ ക്രിയേറ്റ് ആയി പോയ മാർക്കറ്റ് ഈ ഒരു ഹയർ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഹയർ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് പറയും? ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഹയർ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ്? ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ലോയ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. ഓക്കെ, അപ്പം ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഈസ് ഫോംഡ് ഇൻ എ ട്രെൻഡ് കണ്ടിന്യൂഷൻ. അതായത് ട്രെൻഡ് കണ്ടിന്യൂഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈസ് എ സിഗ്നൽ ഓഫ് പോസിബിൾ ട്രെൻഡ് ചേഞ്ച്. അതായത് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ചേഞ്ച് കാണിക്കാൻ, അതായത് അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് ഷിഫ്റ്റ് ആയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഒക്കെ തന്ന് പമ്പ് ചെയ്ത് പോയ മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ലോയെയും അതുപോലെ തന്നെ ഈ ഒരു ലോയെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായിരിക്കുന്നു. സോ അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു വന്ന മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് എത്രത്തോളം വാലിഡ് ആണ് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഇവിടം വരെ മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഹയർ ലോയെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഹയർ ലോയും കൂടി ബ്രേക്ക് ചെയ്തു. അപ്പോൾ രണ്ട് ഹയർ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ രണ്ട് ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അതായത് ബ്രേക്ക് ത്രൂ 2 or more സപ്ലൈ ആൻഡ് ഡിമാൻഡ്. മാർക്കറ്റ് രണ്ടോ അതിലധികമോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അത്രത്തോളം സ്ട്രോങ് ആണ്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അപ് ട്രെൻഡിൽ പോയ മാർക്കറ്റ് ഈ ഒരു രണ്ടോളം സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയയെ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആയി. ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അത്രത്തോളം എഫക്റ്റീവാണ്. ഓക്കെ, അങ്ങനെ എഫക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിലായിട്ട് ഒരു സപ്ലൈ ക്രിയേറ്റ് ആവും. അപ്പോൾ അതിനും കുറച്ച് റൂൾസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നത് പിന്നീട് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ മാർക്കറ്റ് രണ്ടിലധികമോ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണമെന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോണിൽ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ടിറങ്ങി രണ്ടോ അതിലധികമോ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അത് പക്കയാണ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് ഇവിടുന്ന് അപ് ട്രെൻഡിൽ നിന്നും ചേഞ്ചായി ഡൗൺ ട്രെൻഡിൽ പോയ മാർക്കറ്റ് ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യൂ എന്നാണ് അതിനർത്ഥം. അതായത് ഇവിടുന്ന് മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സപ്ലൈ സോണിൽ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കൊണ്ടാണ് ഈ ഒരു ലോസിനെ ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ കുറച്ചുകൂടി ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടെത്തിയാൽ അതിനുശേഷം നമ്മളൊരു കണ്ടിന്യൂഷൻ എൻട്രി ഒക്കെ പുഷ് ചെയ്താൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പുഷ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എത്രത്തോളം വാലിഡ് ആണ് എന്ന് നമ്മൾ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ്, ലിക്വിഡിറ്റി. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു എൻട്രി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടുള്ള കാര്യമാണ് ആ ഒരു പ്രൈസ് റേഞ്ച്. നമ്മളെടുക്കുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രത്തോളം ഓർഡേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇഫ് സ്മാർട്ട് മണി ഓർ ബാങ്ക്സ് വാണ്ട് ടു ബൈ എ ലാർജ് എമൗണ്ട് ഓഫ് കറൻസി പെയർ ദേ വിൽ നീഡ് സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ടു പ്ലേസ് ദീസ് പൊസിഷൻ ഈസ് കോൾഡ് ലിക്വിഡിറ്റി. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ വന്ന മാർക്കറ്റ്, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം രണ്ട് ഈക്വൽ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പല റീറ്റെയിൽ ട്രേഡേഴ്സാണ് ഇനിയിപ്പോൾ ഇവിടെ സപ്പോർട്ടാണ്, ഇനി നെക്സ്റ്റ് ഇവിടെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്തെന്ന് പറഞ്ഞ് കുറേ പേര് ഒരു അപ്സൈഡിലോട്ട് എൻട്രി പുഷ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ അപ്സൈഡിലോട്ട് എൻട്രി പുഷ് ചെയ്യുന്നവരെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ അടിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു ബൈ സൈഡിലോട്ട് എൻട്രി എടുക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ അടിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, അത്രയും സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ അവിടെ അത്രത്തോളം ഓർഡേഴ്സ് ഉണ്ട്. ഈ ഒരു റേഞ്ചിൽ അത്രത്തോളം ഓർഡേഴ്സ് ഉണ്ട്. അത്രത്തോളം ഓർഡേഴ്സ് അവിടെ ആയിക്കഴിഞ്ഞാൽ ആ ഓർഡേഴ്സ് ആരെടുക്കും? ബാങ്കുകൾ എടുക്കും. ഓക്കെ, സ്മാർട്ട് മണി എടുക്കും. ആ ഓർഡേഴ്സ് സ്മാർട്ട് മണി എടുത്ത് ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് മാർക്കറ്റ് പമ്പ് ചെയ്ത് പോകും. അപ്പം നമ്മൾ ആ ഒരു സ്മാർട്ട് മണി അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ കൂടെ എൻട്രി എടുക്കാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സ് ഉള്ള ഏരിയയിൽ പോയി എൻട്രി എടുക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കും അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫിബിൻ്റെ കാര്യം, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി, ഡൈനാമിക് ലിക്വിഡിറ്റി എന്നും പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റിയുടെ കാര്യം, അതായത് പല ടൈപ്പിൽ ലിക്വിഡിറ്റി ഉണ്ട്, നമുക്ക് ഏതൊക്കെ രീതിയിൽ ലിക്വിഡിറ്റി യൂസ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടാൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈക്വൽ ലോ നമുക്കിവിടെ കാണാൻ പറ്റും. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഈക്വൽ ലോയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്ത് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കാൻ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അബൌട്ട് ലിക്വിഡിറ്റി സോൺസ് ആർ ഫർദർ കൺഫർമേഷൻ ടു എക്സിക്യൂട്ട് എ പെർഫെക്റ്റ് ട്രേഡ് വെൻ ദേ ആർ ഫോംഡ് എബോവ് ഓർ ബിലോ എ ട്രേഡിംഗ് സോൺ. ദേ ആർ മെനി ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ബട്ട് വി മോസ്റ്റ്ലി പേ അറ്റൻഷൻ ടു ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോസ്. ദ ലിക്വിഡിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ സ്റ്റോപ്പ് ലോസസ് വെയർ ദ സ്റ്റോപ്പ് ലോസസ് എക്സിസ്റ്റ്, ദ ലിക്വിഡിറ്റി ഓൾസോ എക്സിസ്റ്റ്. അതായത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം പേഴ്സണലി ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ ഈക്വൽ ലോസ് ആണ്. ഈക്വൽ ലോസിൻ്റെ അല്ലെങ്കിൽ ഈക്വൽ ഹൈസിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തതിനു ശേഷം അതിന് മുകളിലായിട്ട് ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ എഫ് ഇ ജിയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെ നമ്മൾ നല്ല ആയിട്ട് കുറച്ച് എൻട്രി മോഡൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി യൂസ് ചെയ്ത് എങ്ങനെ ക്ലിയർ ആയിട്ട് എൻട്രി എടുക്കാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ SMC പ്ലേലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പോയി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ഒരു ലിക്വിഡിറ്റി യൂസ് ചെയ്യണം എന്നുള്ള കാര്യം, ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതിയാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, വാട്ട് ഈസ് ആൻ ഓർഡർ ബ്ലോക്ക്, എന്താണ് ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ലിക്വിഡിറ്റി പറഞ്ഞു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ പറഞ്ഞു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പറഞ്ഞു, ഇൻഎഫിഷ്യൻസി പറഞ്ഞു. അപ്പോൾ ഇൻഎഫിഷ്യൻസി വേണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ order blocks are optimized supply and demand zone. We consider the last recent candle that created the inefficiency as order block zone regardless of being bearish or bullish. അതായത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് ഒരു ഇൻഎഫിഷ്യൻസി തന്നു, ദേശം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ഓക്കെ, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഎഫിഷ്യൻസിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കാണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ റൂൾസ് ഓഫ് വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്തൊക്കെയാണ്? ഇറ്റ് മസ്റ്റ് ഹാവ് ഇൻഎഫിഷ്യൻസി മസ്റ്റാണ്. ഇറ്റ് ഷുഡ് ലീഡ് ടു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഓർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. മസ്റ്റായിട്ട് എന്ത് വേണം? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. പിന്നുള്ള കാര്യമുണ്ട്, ഇറ്റ് മസ്റ്റ് ബി അൺമിതിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു ഡിമാൻഡ് ഏരിയ ഇവിടെ നിന്ന് ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു OB അല്ലെങ്കിൽ ഡിമാൻഡ് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് വന്ന് ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഡിമാൻഡിൽ നിങ്ങൾ എൻട്രി എടുക്കരുത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് ഉണ്ട്. സോ ഇവിടെയും ഇനി എൻട്രി ഇല്ല. അപ്പോൾ ഇവിടെ ഡിമാൻഡാണ്, ഇവിടെ മാർക്കറ്റ് അൺമിറ്റിഗേറ്റഡ് ആണ്. സോ ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി അല്ലെങ്കിൽ കൺഫർമേഷൻ എടുത്ത് ഇവിടെ നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. കാര്യം അതെല്ലാം മിറ്റിഗേറ്റഡ് ആണ്. നമുക്ക് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് ഏരിയകളാണ് വേണ്ടത്. ഓക്കെ, അപ്പം അടുത്തത് ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് മിറ്റിഗേറ്റഡ് ആണ്, ഇതും മിറ്റിഗേറ്റഡ് ആണ്, ഇത് അൺമിറ്റിഗേറ്റഡ് ആണ്. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് മിറ്റിഗേറ്റഡ് ആണോ അൺമിറ്റിഗേറ്റഡ് ആണോ എന്ന് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ മസ്റ്റ് ഇൻഎഫിഷ്യൻസി വേണം, അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇൻഎഫിഷ്യൻസി ഉണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഉണ്ട്. എന്നാൽ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു റിജക്ഷൻ ക്യാൻഡില് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വിക്ക് ഈ ഒരു ബോഡിയും കാട്ടി 50% കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു വിക്ക് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിക്കിലാണ് ഓർഡേഴ്സ് ഉള്ളത്. ഓക്കെ, വെൻ ദ ഷാഡോ ഓഫ് ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ ഈസ് ബിഗർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ ക്യാൻഡിൽ, വിക്ക് ഈസ് ബിഗർ ദാൻ 50% ഓഫ് ക്യാൻഡിൽ. അതായത് ക്യാൻഡിൽ നോക്കുമ്പോൾ ആ ബോഡിയും കാട്ടി 50%-ലധികം വിക്ക് കൂടുതലാണെങ്കിൽ ആ ഒരു വിക്ക് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെൻ ദ ഷാഡോ ഓഫ് ഫോളോയിങ് ക്യാൻഡിൽ ഗ്രാബ്സ് ദ ഓർഡേഴ്സ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ദർ ആർ നോട്ട് എനി ഓർഡേഴ്സ് ഹിയർ, ഓൾ ഓഫ് ദം ഗോട്ട് മിറ്റിഗേറ്റഡ്. അതുപോലെ തന്നെ വാലിഡ് ഡിമാൻഡ്സ് ഓൺ ഓർഡേഴ്സ് ആർ സിറ്റിംഗ് ഹിയർ. അതായത് നമ്മളിപ്പം ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് വരുന്നുണ്ട്, എന്നാൽ അതിന് താഴെ റിജക്ഷൻ ക്യാൻഡിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ പലരും ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടം വരെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ദർ ആർ നോട്ട് എനി ഓർഡേഴ്സ് ഹിയർ, ഓൾ ഓഫ് ദം ഗോട്ട് മിറ്റിഗേറ്റഡ്. ഇനി ഇവിടെ കാണാൻ വന്ന് മാർക്കറ്റ് ഇങ്ങനെ വന്ന് ടാപ്പ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് മാർക്കറ്റ് താഴോട്ട് വന്ന് പിന്നീട് വന്ന് ഈ ഒരു വിക്കുള്ള ഈ ഒരു ഏരിയ ഒന്ന് ടാപ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പോകാനാണ് ചാൻസ്. ഓക്കെ, അത് നമ്മൾ കുറച്ചുകൂടി നമ്മളൊരു പല ട്രേഡേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കത്തതേ ഉള്ളത്. ഓക്കെ, അതായത് ഇവിടം വരെ വെക്കുന്നു, മാർക്കറ്റ് ഈ റേഞ്ച് ഇവിടേക്ക് എത്തി വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വിക്ക് ഈസ് ബിഗർ ദാൻ 50% ഓഫ് ക്യാൻഡിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. അതുപോലെ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. കാര്യം വാലിഡ് ഡിമാൻഡ്സ് ഓൺ ആർ സിറ്റിംഗ് ഹിയർ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പല ട്രേഡേഴ്സിനും പാളിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ സ്റ്റോപ്പ് ലോസിലോട്ട് മൂവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ആ രീതിയിൽ നിങ്ങൾ നോക്കുക, ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ, സപ്ലൈ ഓർ ഡിമാൻഡ്, ഹൂ ഇസ് ഇൻ കൺട്രോൾ. നമ്മളൊരു എൻട്രി അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഏരിയ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ആക്കി നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ കൺട്രോൾ എന്ന് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത് കയറിപ്പോകുന്ന മാർക്കറ്റ് ഒരു 4 അവറിലുള്ള ഒരു സപ്ലൈ സോണിൽ വന്ന് ടാപ്പ് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരായിരിക്കും കൺട്രോൾ? ടാപ്പ് ചെയ്തു മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ആരായിരിക്കും? സപ്ലൈ ആയിരിക്കും കൺട്രോൾ. ഓക്കെ, ദ പ്രൈസ് കെയിം ഫ്രം ആൻ അൺമിറ്റിഗേറ്റഡ് ഹയർ ടൈം ഫ്രെയിം സപ്ലൈ സോൺ. മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള സപ്ലൈ സോണിൽ മാർക്കറ്റ് അപ് ട്രെൻഡിൽ വരുന്ന മാർക്കറ്റ് ആ ഒരു സപ്ലൈ സോണിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 അവറിലെ സപ്ലൈ സോണിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അപ്സൈഡിലോട്ട് എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അതിനുശേഷം വെയിറ്റ് ചെയ്യുക, ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ ആയിരിക്കും കൺട്രോൾ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സപ്ലൈ ആയിരിക്കും കൺട്രോൾ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, മാർക്കറ്റ് അപ് ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഈ ഒരു 4 അവറിലുള്ള ഈ ഒരു സപ്ലൈ സോണിനെ ബ്രേക്ക് ചെയ്തു. അതും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഈ ഒരു 1 അവറിലുള്ള ഇവിടെ ഇൻഎഫിഷ്യൻസി കാര്യങ്ങൾ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 4 അവറിലുള്ള സപ്ലൈ സോണിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 1 അവറിൽ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നിട്ട് ഈ ഒരു 1 അവറിലെ ഡിമാൻഡ് സോണിൽ നിങ്ങൾക്ക് ബൈ ട്രേഡ് നിങ്ങൾക്ക് പുഷ് ചെയ്യാം വിത്ത് കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരായിരിക്കും കൺട്രോൾ? ഇവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വന്ന് ഇവിടെ ഡിമാൻഡ് ആയിരിക്കും കൂടുതൽ കൺട്രോൾ. കാര്യം എന്താണ്? ഈ ഒരു 4 അവറിലെ സപ്ലൈ സോണിനെ മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് മറ്റൊരു കാര്യം, മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് കയറി വന്ന മാർക്കറ്റ് 4 അവറിലുള്ള ഈ ഒരു സപ്ലൈ സോണിനെ മാർക്കറ്റ് വന്ന് ടെസ്റ്റ് ചെയ്തില്ല. ടെസ്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് താഴോട്ട് വന്ന് എന്നാൽ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ ഇവിടെ ആരായിരിക്കും കൺട്രോൾ? ഈ 1 അവറിലുള്ള ഈ ഒരു ഡിമാൻഡ് ഏരിയയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നാൽ ഇവിടെ കൺട്രോള് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, മാർക്കറ്റിൽ നമുക്ക് ആ ഒരു സമയത്ത് മാർക്കറ്റ് ഈ ഒരു 1 അവറിൽ ഈ ഒരു ഡിമാൻഡ് ഏരിയയിലോട്ട് മാർക്കറ്റ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിത്ത് കൺഫർമേഷൻ നമുക്ക് ബൈ ട്രേഡ്സ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഹൂ ഇസ് ഇൻ കൺട്രോൾ, ആരാണ് കൺട്രോൾ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് കാര്യം, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ ഇറങ്ങി വന്ന മാർക്കറ്റാണ്. ഓക്കെ, ഈ ഡൗൺ ട്രെൻഡിൽ ഇറങ്ങി വന്ന ഈ ഒരു മാർക്കറ്റിൽ 4 അവറിലുള്ള ഒരു സപ്ലൈ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 4 അവറിലുള്ള ഒരു സപ്ലൈ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് മാർക്കറ്റ് പയ്യെ മുകളിലോട്ട് പമ്പ് ചെയ്ത് വന്ന മാർക്കറ്റിൽ ഈ ഒരു 4 അവറിലുള്ള ഈ ഒരു സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്നു ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റിൽ ആരായിരിക്കും കൺട്രോൾ?
സപ്ലൈ ആയിരിക്കും കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്കൊരു ബൈ ട്രേഡ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നേരെ മറിച്ച് അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറി. അങ്ങനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറി അവിടെ ഡിമാൻഡ് ആയിരിക്കും കൺട്രോൾ. ഓക്കെ, എന്തുകൊണ്ട് ഡിമാൻഡ് ആയിരിക്കും കൺട്രോൾ? എങ്ങനെ ആ ഒരു ഡിമാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും? ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കയറിയ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നിട്ട് താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഇന്നെഫിഷ്യൻസിയും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഇന്നെഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 1 അവറിലുള്ള ഈ ഒരു ഡിമാൻഡ് ഏരിയ നമുക്ക് നോക്കാൻ പറ്റും ബൈ ട്രേഡ്സിലോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു 4 അവറിലുള്ള ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു താഴോട്ട് വന്നു. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഈ ഒരു 1 അവറിൽ നമ്മൾ ഈ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റേതായ കൺഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെ ആ ഒരു കൺഫർമേഷൻസും കാര്യങ്ങളും കിട്ടണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാമല്ലോ, ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കൺഫർമേഷനും കാര്യങ്ങളും കിട്ടിയിട്ടില്ല, ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. ഓക്കെ, അങ്ങനെ ഈ ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം മാർക്കറ്റ് എന്താണ് ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങി അവിടെ ആരായിരിക്കും കൺട്രോൾ? സപ്ലൈ ആയിരിക്കും കൺട്രോൾ. അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നതിന് ശേഷമേ എൻട്രി എടുക്കാൻ പോവാവൂ. ഓക്കെ, ഇനി റിവേഴ്സൽ ആണെങ്കിലും കണ്ടിന്യൂഷൻ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ആരാ കൺട്രോൾ എന്ന് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറയുന്നത് ട്രേഡിംഗ് പ്ലാൻ, സ്മാർട്ട് മണി ട്രേഡിംഗ് സെറ്റപ്പുകളാണ്. ഓക്കെ, മാർക്കറ്റിൻ്റെ ഈ ഒരു ട്രേഡിംഗ് പ്ലാനും കാര്യങ്ങളും ഇത്രയും നമ്മൾ നോക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് ഒരു സ്മാർട്ട് മണി ട്രേഡിംഗ് സെറ്റപ്പ് നമുക്ക് എങ്ങനെ പുഷ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇനി അതിനു മുമ്പ് ജസ്റ്റ് ഒരു സജഷൻ, ചൂസ് ഓൺലി 1 പെയർ ടു ട്രേഡ് ഇൻ 1 സെഷൻ. അതുപോലെ തന്നെ ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് ആർ ദ ബെസ്റ്റ് ചോയ്സസ്. അതായത് ഒരു ട്രേഡിംഗ് സെഷൻ, അതായത് ഒരു 1 സെഷനിൽ ചൂസ് ഓൺലി 1 പെയർ ടു ട്രേഡ് ഇൻ 1 സെഷൻ. 1 സെഷനിൽ നിങ്ങൾ മാക്സിമം ഒരു 1 പെയറിൽ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ലണ്ടൻ ആൻഡ് ന്യൂയോർക്ക് ആർ ദ ബെസ്റ്റ് ചോയ്സസ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു USD മാക്സിമം ഒരു 3 അവറിലൊക്കെ നിങ്ങൾക്ക് നല്ല ട്രേഡും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഓക്കെ, വാച്ച് ചെയ്തിരുന്നാൽ 10 അവറും 12 അവറും ഇങ്ങനെ നോക്കിയിരിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആയി ഒരു 3 അവറൊക്കെ നോക്കിയിരിക്കുമ്പോൾ നല്ല എൻട്രിയൊക്കെ USD നല്ല എൻട്രിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് ജസ്റ്റ് സജഷൻ മാത്രമാണ്. ഓക്കെ, ഇനി സ്മാർട്ട് മണി ട്രേഡിംഗ് പ്ലാൻ. ഫസ്റ്റ് അനലൈസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ ഹയർ ടൈം ഫ്രെയിം. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക 4 അവർ ആൻഡ് 1 അവർ. ഓക്കെ, അല്ലെ നെക്സ്റ്റ് വൺ മാർക്കറ്റ് ഡയറക്ഷൻ, ഒപ്റ്റിമൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ. അതുപോലെ തന്നെ മാർക്കറ്റ് ഡയറക്ഷൻ നോക്കുക, ആരാണ് മാർക്കറ്റിൽ കൺട്രോൾ എന്ന് ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഓർഡർ ബ്ലോക്സുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഹയർ ടൈം ഫ്രെയിമിൽ. ഇനി നെക്സ്റ്റ് ഒബ്സർവ് ലോവർ ടൈം ഫ്രെയിം 50 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സ് ടു എക്സിക്യൂട്ട് ട്രേഡ്സ് ബേസ്ഡ് ഓൺ 3 ടൈപ്പ് ഓഫ് എൻട്രി പാറ്റേൺ. നമുക്കൊരു 50 മിനിറ്റ്സിലും അതുപോലെ തന്നെ 5 മിനിറ്റ്സിലും തന്നെ നമുക്കൊരു 3 ടൈപ്പ് എൻട്രി പാറ്റേൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? ഇതെല്ലാം ഒരു ഓർഡർ ബ്ലോക്കുകളാണ് കേട്ടോ. അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫ്ലിപ്പ്, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഓർഡർ ബ്ലോക്ക്, അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു 3 ട്രേഡിംഗ് പ്ലാൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഹയർ ടൈം ഫ്രെയിമിൽ ഈ കാര്യങ്ങൾ നോക്കുക, ഡയറക്ഷൻ നോക്കുക, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് നോക്കുക. അതുപോലെ തന്നെ 50 മിനിറ്റ്സിൽ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫ്ലിപ്പ് ആ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഓർഡർ ബ്ലോക്ക് നോക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂഷൻസ് ഓർഡർ ബ്ലോക്ക് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ USD ഒരു 4 അവർ ചാർട്ട് കാണാൻ പറ്റും. USD ഒരു 4 അവർ ചാർട്ട്. ഈ ഒരു 4 അവർ ചാർട്ടിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ നോക്കുക. നമ്മൾ മാർക്കറ്റിൻ്റെ ഡിറക്ഷനൊക്കെ നോക്കി മാർക്കറ്റ് ഒരു ട്രെൻഡിലൊക്കെയാണ്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ ഇൻഎഫിഷ്യൻസി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം 4 അവറിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതിലുപരി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും? മാർക്കറ്റിൽ ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത ഈ ഒരു ഏരിയയിൽ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവും. ഇവിടെ സപ്ലൈ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ റേഞ്ചിലായിട്ടൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു.
ഓക്കെ, ഇവിടെ ഇന്നെഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ചിലായിട്ട് ഇന്നെഫിഷ്യൻസി ഉണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. എന്തുകൊണ്ട് അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആക്കി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിനെ 4 അവറിലുള്ള ഈ ഒരു ഡിമാൻഡിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റിയത്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആക്കാൻ നമുക്ക് പറ്റിയാൽ എന്താണ്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റിയാൽ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ടാർഗറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു 4 അവറിനെ 1 അവറിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇന്നെഫിഷ്യൻസി ഉണ്ട്, കാര്യങ്ങളുണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. സോ ഇതൊരു നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, എന്തുകൊണ്ട് ഈ ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് കൊണ്ടും. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ആരായി കൺട്രോൾ? സപ്ലൈ ആയി കൺട്രോൾ. അപ്പോൾ നമുക്ക് ഒരു സെൽ സൈഡിലോട്ട് ഒരു ഷോർട്ട് പൊസിഷൻ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരെ ഒരു 1 അവറിലോട്ട് മാറ്റി. എന്താണ്, ഒരു 1 അവറിലോട്ട് മാറ്റി. ഈ ഒരു 4 അവർ ചാർട്ട് ഈ ഒരു 1 അവറിലോട്ട് നമ്മൾ മാറ്റിയപ്പോഴത്തേക്കും നമുക്ക് എന്താണ് കിട്ടിയത്? മാർക്കറ്റ് ഇവിടെ നിന്ന് പോയി നമുക്ക് ഈ ഒരു 4 അവറിലുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് കയറിപ്പോയി ഈ ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തു പോയ ഈ ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇന്നെഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ഇന്നെഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടെ സപ്ലൈ ആണ് കൺട്രോൾ. നെക്സ്റ്റ് ഇന്നെഫിഷ്യൻസിയും കാര്യങ്ങളിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ എടുക്കാൻ പറ്റും. മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എൻട്രി നോക്കാൻ പറ്റും. ബട്ട് ഞാൻ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഓക്കെ, ആ ഒരു എൻട്രി നമ്മളിവിടെ പുഷ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് ഇവിടെ വരെ എടുക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അതായത് ബൈ സൈഡിലോട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ശേഷം അതിന് അവിടെ വന്നു കഴിഞ്ഞ മാർക്കറ്റ് എന്താണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് നമുക്ക് അറിയണം. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അവിടെ ആരാണ് കൺട്രോൾ എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്താൽ ഇതൊരു വാലിഡ് ഓർഡർ ബ്ലോക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ്, മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ഷോർട്ട് പൊസിഷന് വേണ്ടി അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടെ സപ്ലൈ ആണ് കൺട്രോള്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ടേ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ അവിടെ എവിടെയൊക്കെ പോയി ഓരോ ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അത് എന്താണ്, സ്റ്റോപ്പ് ലോസ് അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ പലരും പലയിടത്തും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമായിട്ട് നിങ്ങൾ കുറച്ച് പ്രൊഫഷണലായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഇനി സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫ്ലിപ്പ്, ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫ്ലിപ്പ് എന്താണ്? ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫ്ലിപ്പ്, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത്, അപ്പോൾ ഇവിടെ അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത് കയറി വന്ന മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. മാർക്കറ്റ് ഇന്നെഫിഷ്യൻസി തന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, ഡിമാൻഡായി. ആ ഒരു ഡിമാൻഡിൽ മാർക്കറ്റ് വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പുതിയൊരു ഹയർ ഹൈ തരാൻ ഫെയിലായി. അങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡിനെ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് ഇന്നെഫിഷ്യൻസിയോട് കൂടി ബ്രേക്കാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സപ്ലൈ ക്രിയേറ്റ് ആവും. ആ ഒരു സപ്ലൈ ആണ് നമ്മൾ ഫ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഫ്ലിപ്പ് സോൺ എന്ന് പറയുന്നത്, ആ ഒരു ഫ്ലിപ്പ് സോൺ നമുക്കല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു എൻട്രി എങ്ങനെ പുഷ് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂറോ USDയുടെ 50 മിനിറ്റിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് അപ് ട്രെൻഡിൽ കയറി വന്ന മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നു മാർക്കറ്റ് പിന്നെയും ഇന്നെഫിഷ്യൻസി തന്നു, മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തു. അങ്ങനെ പമ്പ് ചെയ്ത മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഒരു സപ്ലൈ കിട്ടും. ഓക്കെ, ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് ഇറങ്ങി വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് പുതിയൊരു ഹയർ ഹൈ തരാൻ, അതായത് ഈ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ഫെയിലായി. അങ്ങനെ ഫെയിലായതിനു ശേഷം ഈ ഒരു സപ്ലൈ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഇന്നെഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഈ ഒരു ബോഡിയെ കാട്ടി വിക്ക് 50% കൂടുതലായതുകൊണ്ട്, ഓക്കെ, ബോഡിയെക്കാട്ടി 50% അധികം കൂടുതലായതുകൊണ്ട് ഈ ഒരു വിക്ക് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നു. നെക്സ്റ്റ് ടാപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി താഴോട്ട് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓർഡർ ബ്ലോക്ക് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും, അത്രത്തോളം വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ എങ്ങനെ ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു എൻട്രി പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റിൻ്റെ ആ ഒരു കൺട്രോളിങ് ആരാണ് നോക്കുക, സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ എന്ന് നോക്കുക. സപ്ലൈ മാർക്കറ്റ് ഈ ഒരു സ്ട്രോങ് സപ്ലൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തത് കൊണ്ട്
നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു സപ്ലൈക്ക് ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ശേഷം നമ്മൾ ഈ ഒരു റേഞ്ച്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു വിക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. നെക്സ്റ്റ് ടാപ്പിൽ റിജക്ഷൻ കിട്ടി, നമ്മൾ ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഈ രീതിയിൽ നമുക്കൊരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ടാർഗറ്റ് നമുക്ക് അതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ. അപ്പം ഇതാണ് ഫ്ലിപ്പ്. ഓക്കെ, ഫ്ലിപ്പ് സോൺ അഥവാ ഫ്ലിപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു എൻട്രി ക്ലീൻ ആയിട്ട് ഓർഡർ ബ്ലോക്ക് ഇട്ട് നമുക്ക് പുഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, മാർക്കറ്റ് ഫെയിൽ ആവണം, പുതിയൊരു ഹയർ ഹൈ തരാൻ ഫെയിൽ ആവണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഎഫിഷ്യൻസി കിട്ടണം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ദിസ് പാറ്റേൺ ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ദ പ്രൈസ് അഗ്രസീവ്ലി പുഷസ് അവേ ഫ്രം ഡിമാൻഡ് ഓർ സപ്ലൈ സോൺ ആൻഡ് റാപ്പിഡ്ലി ബ്രേക്സ് ത്രൂ ദ ലാസ്റ്റ് ഡിമാൻഡ് സോൺ ലിവിങ് ഇൻഎഫിഷ്യൻസി ബിഹൈൻഡ്. അതായത് ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ഏരിയയിലോട്ട് വളരെ സ്പീഡിൽ വളരെ അഗ്രസീവായിട്ട് ഇറങ്ങി വരികയും വന്നതിന് ശേഷം ഇവിടെ നിന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആവുകയും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ബോഡി നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഒരു ബോഡി എന്ന് വെച്ചാൽ ബോഡിയുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. അതിനുശേഷം മാർക്കറ്റ് ആ ഒരു പുതിയ ഹയർ ഹൈ തരാൻ ഫെയിലാകുന്നു. ഓക്കെ, അതിനുശേഷം സ്ട്രോങ് ആയിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നു. അപ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ അത്രത്തോളം ആ ഒരു എൻട്രിക്കും അത്രത്തോളം ക്വാളിറ്റി കാണും, അത്രത്തോളം വിൻ റേറ്റും കാണും. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടർ പാറ്റേൺ പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നൊരു കാര്യമാണ്. റിവേഴ്സൽ എൻട്രി ശരിയാകുന്നില്ല എന്നുള്ളത്. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ പാറ്റേൺ എന്ന് പറയുമ്പോൾ, മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബിയറിഷ് മൂവ്മെൻറ്റ് തന്നു വരുന്ന മാർക്കറ്റ്, അതിനുശേഷം ഒരു ഷോർട്ട് ടൈം ആയിട്ട് ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു 4 hour സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിമാൻഡ് ഏരിയ, അതുപോലെ തന്നെ ഈ ഒരു ഡിമാൻഡ് ഏരിയ, ഈ രണ്ടോളം വരുന്ന ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താൽ, അപ്പോൾ ചോദിച്ചിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഏത് രീതിയിലായിരിക്കും ചോദിച്ച് വാലിഡ് ആവുന്നത് എന്നുള്ളത്. അപ്പം ഇവിടെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, 50 minutes നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ ഒരു 4 hour സപ്ലൈ ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഈ 2 ഡിമാൻഡ് ഏരിയകളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതും ഇൻഎഫിഷ്യൻസിയോട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 50 minutes എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ 50 minutes മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാൻ റിയൽ ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ യൂറോ USDയുടെ ഒരു 50 minute ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ 4 hour ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു 4 hour ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്നു ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു 50 minutes നമ്മൾ നോക്കുക. അപ്പോൾ 50 minutes നമുക്ക് എന്ത് കിട്ടണം, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. അങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം എങ്കിൽ ഈ ഒരു റേഞ്ചിനെ ഫസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ത് തന്നിട്ടുണ്ട്, ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതും ഇൻഎഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഈ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 50 minutes തന്നെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ലോസ് ഇവിടെ ഈ ഒരു ക്യാൻഡിലിന് താഴെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിന് താഴെയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ 50 minutes മാർക്കറ്റ് വന്ന് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഒരു എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് കയറി പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് എൻട്രി എടുക്കാം. അത് നമ്മൾ വളരെ നല്ലതുപോലെ, അതായത് 4 hour ഓർഡർ ബ്ലോക്ക് നമ്മൾ വെച്ചതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ എത്രത്തോളം വാലിഡ് ആണെന്ന് നോക്കി, അതിന് ശേഷമുള്ള 50 minutes ഓർഡർ ബ്ലോക്കിൽ ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് ആ ഒരു 50 minute ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എൻട്രിക്കും അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ആ 50 minutes നമുക്ക് ഏകദേശം നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഇനിഷ്യലായിട്ടുള്ള ആ ഒരു റിവേഴ്സൽ ഏരിയയിൽ നിന്നാണ് നമ്മൾ ആ ഒരു എൻട്രി പുഷ് ചെയ്തേക്കുന്നത്. അത്രയും ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഏരിയയാണ്. സോ അത്രത്തോളം റിസ്ക് റിവാർഡ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ പാറ്റേൺ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ആ ഒരു ഹൈ റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം 2 പാറ്റേൺ നമ്മളിപ്പോൾ പഠിച്ചു, സ്ട്രാറ്റജീസ്.
ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് മോസ്റ്റ് എഫക്റ്റീവ് ആവുന്നത് വെൻ ദ ബ്രേക്ക് ത്രൂ 2 or more സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ, അതുപോലെ തന്നെ ചോയ്സ് ഫോം ആഫ്റ്റർ ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് ഇമ്പൾസീവ്ലി ബ്രേക്ക് ത്രൂ ദ സോൺ വിത്ത് ഫ്യൂ ലാർജ് ക്യാൻഡിൽസ്. അതായത് മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുമ്പം 2 അതിലധികമോ സപ്ലൈ ഏരിയ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചോയ്സിന് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ചോയ്സ് ഫോം ആഫ്റ്റർ എ ഹൈ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ, അതായത് ഹയർ ടൈം ഫ്രെയിമിന് മിറ്റിഗേഷന് ശേഷം ആ ഒരു ചോയ്സ് നമുക്ക് ക്രിയേറ്റ് ആവണം, ഈ ചാർട്ടിൽ കാണുന്ന പോലെ തന്നെ. ഓക്കെ, അതൊരു 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുമ്പോൾ എന്താണ് ആ ഒരു പ്രൈസ് ആണെങ്കിൽ ഇമ്പൾസീവ്ലി ബ്രേക്ക് ത്രൂ ദ സോൺസ് വിത്ത് ഫ്യൂ ലാർജ് ക്യാൻഡിൽസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ചോയ്സ് ക്രിയേറ്റ് ആകുമ്പോൾ അവിടെ എന്തുകൂടി വേണം, ഒരു ഇന്നെഫിഷ്യൻസി വേണം. അതായത് ലാർജ് ക്യാൻഡിൽസും ആയിരിക്കണം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഒരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുമ്പോൾ എന്തായാലും ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ഉറപ്പായിട്ടും അത്രയും വിൻ റേറ്റ് കൂടുതലായിരിക്കും. അത് പ്രോഫിറ്റിലോട്ട് തന്നെ എത്തുകയും ചെയ്യും, കോൺഫിഡൻസ് ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ചോയ്സ് ഓർഡർ ബ്ലോക്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഒരു 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, 5 മിനിറ്റ്സിൽ മാർക്കറ്റ് ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളും വന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഇവിടെ ഒരു 5 മിനിറ്റ്സിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു 5 മിനിറ്റ്സിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. എങ്ങനെ ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ ബുള്ളിഷ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് എന്ന് നമ്മൾ ആദ്യം കൺഫേം വരുത്തിയിരിക്കണം. മാർക്കറ്റ് മറ്റൊരു സപ്ലൈയിലോ അല്ലെങ്കിൽ സപ്ലൈയിലൊക്കെ ടാപ്പ് ചെയ്തിട്ട് വരുവാണെങ്കിൽ അത് അത്രത്തോളം വിൻ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ അത് ഒരു ബുള്ളിഷ് ട്രെൻഡാണ് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിനുശേഷമായിരിക്കണം അപ്പ് സൈഡിലോട്ട് ആ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേണിൽ എൻട്രി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലോട്ടാണ് എൻട്രി നോക്കുന്നതെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു ബിയറിഷ് ബയാസ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു 1 മിനിറ്റിലോട്ട് നമ്മൾ ഒരു എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി, മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് പമ്പ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കിട്ടി. സോ ഇവിടെ ഇൻഎഫിഷ്യൻസിയും കാര്യവും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ആക്കിയത് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം ഇവിടെ ഇൻഎഫിഷ്യൻസിയും കാര്യമുണ്ട്. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തപ്പോൾ ഇവിടെയും സ്റ്റോപ്പ് ലോസ് അടിച്ചു. എന്നാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് ഏകദേശം നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ റിസ്ക് മാനേജ്മെൻറ്റ് പക്കയാണെങ്കിൽ പ്രോഫിറ്റിലാവാം. റിസ്ക് മാനേജ്മെൻറ്റ് ഓക്കെ അല്ലെങ്കിൽ ആ ഒരു എൻട്രിയിൽ നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസിലോട്ട് എത്തേണ്ടി വരും. അതായത് 5 മിനിറ്റ്സിൽ നിന്നും മാർക്കറ്റിനെ നോക്കുമ്പോൾ ഒരു 1 മിനിറ്റിലോട്ടൊക്കെ കൊണ്ടുവന്ന് എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ കൺഫർമേഷൻ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 മിനിറ്റിൽ എൻട്രി അത്രത്തോളം ബെറ്റർ ആയിരിക്കും. കാര്യം നമ്മളിപ്പോൾ ഒരു XAUUSD വിത്ത് RSI എന്ന് പറഞ്ഞൊരു ക്ലാസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു 1 മിനിറ്റിൽ ആ ഒരു എൻട്രി എടുക്കാം എന്ന് പറഞ്ഞത് എത്രത്തോളം കൺഫർമേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ആ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ 3-ലധികം കൺഫർമേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു എൻട്രി 1 മിനിറ്റിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എന്തുകൊണ്ട് അങ്ങനെ കൺഫർമേഷൻ എടുക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഫേക്ക് സിഗ്നൽസ് തരാൻ കുറേ ചാൻസ് ഉണ്ട്. ഫേക്ക് സിഗ്നൽസ് വരാൻ കുറേ ചാൻസ് ഉണ്ട്. സോ അത്രത്തോളം കൺഫർമേഷൻ വെച്ചതിന് ശേഷം 1 മിനിറ്റിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ബെറ്റർ 5 മിനിറ്റ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അത്രത്തോളം കൺഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുക. XAUUSD വിത്ത് RSIയുടെ ക്ലാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി മൾട്ടി ടൈം ഫ്രെയിം അനലൈസിസ്. എന്താണ് ഈ മൾട്ടി ടൈം ഫ്രെയിം അനലൈസിസ്? മൾട്ടി ടൈം ഫ്രെയിം അനലൈസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു EURUSDയുടെ 4 അവർ ചാർട്ട് കാണാൻ പറ്റും. ഈ ഒരു 4 അവർ ചാർട്ടിനകത്ത് മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ തന്നു. ഫസ്റ്റ് വൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ്? 4 അവറിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 4 അവറിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് വേറെ
ഒരു സപ്ലൈയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണ് എങ്കിൽ 4 ഹവറിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടി. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, ഇൻഎഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ആ 4 ഹവറിൽ മാർക്കറ്റ് വന്ന ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 4 ഹവറിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം നോക്കണം. മാർക്കറ്റിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഈ റേഞ്ചിന് താഴെയായിട്ട് ഏതെങ്കിലും ഡിമാൻഡ് ഏരിയകൾ ഉണ്ടോ എന്ന് നോക്കുക. ഡിമാൻഡ് ഏരിയകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം 4 ഹവറിൽ മാർക്കറ്റ് വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം, അങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതൊരു 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു ഷോർട്ട് ടൈം അപ്പ് ട്രെൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ് ഒരു ഷോർട്ട് ടൈം അപ്പ് ട്രെൻഡ് നിങ്ങൾക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ഹൈ ആണ്. ഈക്വൽ ഹൈയുടെ മാർക്കറ്റ് ആ ഒരു ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്തേക്കുന്നതും കാണാം. അങ്ങനെ ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ ഒരു 4 ഹവറിൽ 1 ഹവറിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കി, മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് നോക്കി, ഓക്കെ ആരാ മാർക്കറ്റിൽ കൺട്രോൾ എന്നുള്ള കാര്യം നോക്കി. അതിനുശേഷം അതൊരു 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഷോർട്ട് ടൈം അപ്പ് ട്രെൻഡ് കിട്ടി. ആ ഒരു അപ്പ് ട്രെൻഡ് നമുക്കിവിടെ എന്താണ് ഒരു ഈക്വൽ ഹൈ കിട്ടി. ആ ഒരു ഈക്വൽ ഹൈയുടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ഗ്രാബ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഗ്രാബ് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. എന്തുണ്ട്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിമാൻഡാണ്. 1 ഹവറിലൊരു ഡിമാൻഡാണ്. ആ ഒരു ഡിമാൻഡിനെ മാർക്കറ്റ് 50 മിനിറ്റ്സിലൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടും. അതെങ്ങനെ കിട്ടും? മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഹൈയ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തില്ല. മാർക്കറ്റ് ഈ ഒരു ഹൈയ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ ഫെയിലായിപ്പോയി. അങ്ങനെ ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൺഫേം ആണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് താഴേക്ക് തന്നെയാണ്. സോ നമുക്ക് താഴോട്ട് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ ഒരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അപ്പം 4 ഹവറിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ, ഇവിടെ 4 ഹവറിൽ ഓർഡർ ബ്ലോക്ക് വെക്കുക, മാർക്കറ്റിൽ ആരാണ് കൺട്രോൾ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുക. 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം മാർക്കറ്റ് ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം ആ ഒരു 1 ഹവറിൽ ഓർഡർ ബ്ലോക്ക് ഇവിടെ വെച്ചേക്കുക. ഓക്കെ, ഇവിടെ ഒരു 1 ഹവറിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടും. മാർക്കറ്റ് ഒരു ഷോർട്ട് ടൈം അപ്പ് ട്രെൻഡ് അല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടും. ആ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എപ്പോൾ 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടും. ഓക്കെ, ആ ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് മാർക്കറ്റ് പിന്നീട് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാം. ഇതുപോലെ ടാർഗറ്റ് എടുക്കാൻ പറ്റും. എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എൻട്രി പുഷ് ചെയ്താൽ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു എൻട്രി എങ്ങനെ എടുക്കണം, ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ. അപ്പം എത്രത്തോളം ഓർഡർ ബ്ലോക്കുകളുണ്ട്, എത്രത്തോളം ആ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണ്. അപ്പോൾ ഈ രീതിയിൽ എൻട്രി എടുക്കുക. ഇങ്ങനെ എൻട്രി എടുത്തില്ലെങ്കിൽ നമുക്ക് പലർക്കും പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടേയിരിക്കും. മാർക്കറ്റിൽ ആരാ കൺട്രോൾ എന്ന് നോക്കുക, മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലെല്ലാം നമ്മൾ വാച്ച് ചെയ്തിട്ട് ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ എൻട്രി എടുക്കുമ്പോൾ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്